ഹലോ, അപ്പം എന്താ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോവുകയാണ്. കൊല്ലത്തുനിന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോവുക. അപ്പം എന്താ അമ്മാമ്മയുടെ വീട്ടിൽ വന്നു, റൂമിൽ പോയി നോക്കാൻ പോവുക, അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. അപ്പം ഇതാ അച്ഛൻ ഇരിപ്പുണ്ട്. ഇത് അപ്പൂപ്പനാണ് കേട്ടോ, അച്ഛനാണ് ഞങ്ങൾ വിളിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ. എന്റെ പൊന്നായത്, ഇതെന്റെ പൊന്നാ. പിന്നെ ആരെ പൊന്ന്? എന്റെ പൊന്ന് ആയിരിക്കുന്നു, എന്റെ പൊന്ന്, എന്റെ പൊന്നുമോള് ഇതായിരിക്കുന്നു. ആണാ ആണാ നിന്റെ പൊന്നു? എന്റെ അല്ല, നീ ഇവിടെ തന്നെ ആഹാ, 100 തികയ്ക്കണം നമുക്ക്. 100 തികയ്ക്കണമെന്ന്. 100 വേണം വേണം. 100 വയസ്സ് തികയ്ക്കണം. അച്ഛൻ കണ്ടാ 90 തികച്ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ മുറ്റത്തിറങ്ങി കാന്താരി പറിക്കാൻ പോകും കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് മറ്റേ ചുമന്ന എനിക്ക് കിട്ടിയത്, അപ്പം അത് ഉപ്പിലിടാൻ വേണ്ടി കാന്താരിയൊക്കെ പറിച്ചു ഞങ്ങൾ. എനിക്ക് മറ്റേ ഇത് കിട്ടി, കൈ കാണിയിട്ട് ഞാൻ പറിച്ചിട്ട് വരാം. ഇത് ലൗലോലിക്ക, ചുമന്ന നെല്ലിക്ക. എനിക്ക് ഇതൊന്നും കാണാനും ചുമന്ന നെല്ലിക്ക ഇതിട്ടാൽ നല്ല രുചിയാണ്. അതെ അല്ല അല്ല പെണ്ണെ, നീ കണ്ണാശുപത്രി പോയിട്ട് നിനക്ക് കണ്ണ് കാണാൻ വയ്യ വിലാസിനി കുട്ടി. പ്രവേണ്ണ യോ പാവം, പാവം പ്രവേണ്ണൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു. തറയിലും വെക്കൂല. അപ്പുറത്ത് അവര് പറയുന്ന കണക്ക് കൃഷ്ണനും രാധയും നടക്കുന്നു വയസ്സാം കാലത്ത്. അവര് ഇവിടുത്തെ കൊട്ടിയത്തമ്മ പറയുന്നത് അയ്യോടാ, അവര് സന്തോഷം കൊണ്ട് പറയൂല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ നിറച്ച് നിൽക്കുന്നു. അമ്പടി പുളുസു, അമ്പടി പുളുസു. ഒന്നും കൂടെ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ, ഒന്നും കൂടെ പറ. കാറ്റ് പോയെങ്കിൽ അമ്പടി പുളുസു. അയ്യോ, ഞങ്ങൾ നിങ്ങളെ കാണാനല്ലേ വരുന്നത്, വേറെ ആരെ കാണാൻ വരുന്നത്? അച്ഛനെ നിങ്ങളെ കാണാനാ വരുന്നത്. ബിജുവാമൻ്റെ ഊഞ്ഞാലിലാണോ? എന്തിയാ ബിജുവാമൻ? കണ്ടില്ലേ? വിളിച്ചേ, ബിജുവാമാന്ന് വിളിച്ചേ. ഒന്ന് വിളി, ബിജുവാമാന്ന് വിളി. മുത്തശ്ശി വാങ്ങി കൊടുത്തു നോക്കിയേ, മുത്തശ്ശി വാങ്ങി കൊടുത്തു നോക്കിയേ. എനിക്കിതാ അമ്മ, എനിക്കിതാ. ചിന്നുവിനിതാ, ചിന്നുവിനിതാ, ചിന്നുവിനിതാ. താങ്ക് യു. ഇന്ന് അതിന് ഇത് വാങ്ങിച്ചോ, വാങ്ങിച്ചോ. വാജി മുട്ടായി വാങ്ങുന്ന കൊച്ചു ഗുഡ് ഗേളാട്ടാ, വാങ്ങത്തില്ല. മുട്ടായി വാങ്ങാന്ന് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. ചിന്നുവിന് തരുവോ? ചിന്നുവിന് തരുവോ? ഉമ്പടി, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാ ഇത്, എൻ്റെയാ. തരുവോ ചിന്നുവിന്? ചിന്നുവിന് തരുവോ? ബൂയി, ബൂയി എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരുമെന്നാ പറയുന്നത്. റോയി, റോയിനെ ബൂയി. തരത്തില്ല, തരത്തില്ല. ആരാ മോളെ തന്ന പൈസ? മുത്തശ്ശനാ മുത്തശ്ശി? ആരാ തന്ന? മുത്തശ്ശി, മുത്തശ്ശി. ഓ അമ്പടി കള്ളി. അറിത് ഇവിടെ നിക്കാം, മുത്തശ്ശനും മുത്തശ്ശി നോക്കിക്കോളൂന്ന്. ഹലോ, ഞാൻ എല്ലാരെയും യൂട്യൂബിൽ പകർത്തുന്നതാണ്. ആരെയും ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാരെയും യൂട്യൂബിൽ പിടിക്കും.
ഞാൻ ഇടും 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 ഇടും. ആ അത് താ 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 ഞാൻ ഇടാം. മിസ്റ്റർ കണ്ണപ്പൻ നാണം നാണം. എടാ പൈസ പോയിട്ടടി മുത്തേ, അവളെ ഇരിക്കുന്ന പൈസ പോയിര്. ഓ ദിവ്യാമിക്ക് കൊടുക്കുവോ? ആർക്കും തരൂലെന്ന് പറ. ആ റോയ്ക്ക് കൊടുക്കാന്ന്. ആ മുത്തശ്ശിക്ക് മുത്തശ്ശന് ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടു മുത്തശ്ശൻ. ഉമ്മ കൊടു മുത്തശ്ശന്. മുത്തശ്ശൻ ഉമ്മ കൊടു. പിണങ്ങിയിരിക്കുന്നതാ മുത്തശ്ശൻ്റെ കൂടെ. ഒന്നും തരത്തില്ല, ഒന്നും തരത്തില്ല. ആ എന്നാ മുത്തശ്ശന്റെ പൈസ കൊടു. ഒരു ഉമ്മ കൊടു, ഒരു ഫ്ലൈങ് കിസ് കൊടു. വീട്ടിൽ വരണേന്നോ ചോദിപ്പാണ്. മുത്തശ്ശ വീട്ടിൽ വരണേന്ന് പറ. വീട്ടിൽ വരണേ മുത്തശ്ശ. ദിവ്യാമിന്ന് പറ വീട്ടിൽ വരണേന്ന് പറ. മുത്തശ്ശ വരണേന്ന് പറ. മുത്തശ്ശ വരണേന്ന് പറ. വീട്ടിൽ വരണേ ഞങ്ങളെ വിളിക്കും. എവിടെ വിളിച്ചിട്ട് മോളെ ചിന്നു വിളിച്ചിട്ട് എന്റെ മോള് ഇവിടെ നിന്നോളാൻ പറ. ടാറ്റാ അച്ഛ ടാറ്റാ. പോട്ടെ ടാറ്റ. പതുക്കെ പതുക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇതാ ഞങ്ങൾ വല്യമ്മച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാരും ഉറപ്പായടെ. ഞങ്ങൾ ഒളിഞ്ഞു നോക്കുമല്ലോ. ഇത് അവരെ രണ്ടുപേരും വീഡിയോ എടുക്കുക. അയ്യോ ഫാറൂൻ്റെ കൂടെ പിണങ്ങി ഇറിതു. അയ്യോ അയ്യോ ഇവ കുശുമ്പ് കാണിക്കുന്നു പാറു ചേച്ചി. അയ്യോ അതുകൊണ്ട് പാറു ചേച്ചി പിണങ്ങിയിരിക്കും റിതുവിൻ്റെ കൂടെ. അപ്പോൾ പാറും പാർത്തിയും റിതുവും എല്ലാം കൂടെ അവിടെ കിടന്ന് ഒളിച്ചു കളിയും ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. ഇവരൊന്നും എപ്പോൾ കണ്ടാലും ഇതേപോലെയാണ്. കൈ കൈ മോളെ കൈ. ആരുമില്ലേ 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 ആരുമില്ലേ? കണ്ട കണ്ട എവിടെയും കണ്ട പാറുവിനെ കണ്ടോ? പാറുവിനെ കണ്ടോ? ദോ വിളിക്കുന്നു. അങ്ങനെ ആ റോയി എന്ന് പറഞ്ഞ് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ടാറ്റാ ഇത് ടാറ്റാ. അമ്മ വരുന്നില്ല, ഇവിടെ നിൽക്കുക. അങ്ങനെ ഞങ്ങളിതാ കൊല്ലത്തെത്തി. അപ്പം ഇന്ന് ദീപാവലിയുടെ തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങി ഇന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പടക്കം 500-600 രൂപയ്ക്ക് വാങ്ങി. പടക്കമൊക്കെ വാങ്ങിയതാ വീട്ടിൽ വന്നു പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. റോയ് മാറ ഇങ്ങോട്ട് നോക്കാം ചേച്ചി. അമ്മ നോക്ക്. ഞാൻ അവിടെ നിന്നപ്പോൾ അവൾ ഇങ്ങോട്ട് നോക്കിയിരുന്നു, ഇവിടെ നിന്നപ്പോൾ അങ്ങോട്ട് നോക്കി. വെരി ഗുഡ്. അപ്പോൾ റിതുവിനാണെങ്കിൽ ഏറ്റവും ഹാപ്പിയായി റിതുവാണ്. അവൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ പടക്കമെല്ലാം വാങ്ങിയത്, അല്ലാതെ ഞങ്ങളങ്ങനെ പൊട്ടിക്കാറില്ല. അപ്പം റിതുവിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നും കൂടെ പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഞങ്ങളിതാ ബീച്ചിലോട്ട് പോവുകയാണ്. രാത്രിയായപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ ശ്രീയും അമ്മയും കൂടെ ഒരു സ്കൂട്ടിയിലും ഞാനും റോയും ഇതും കൂടെ ഒരു സ്കൂട്ടിയിലും പോയി. അത് കഴിഞ്ഞ് ബീച്ചിൽ വന്നപ്പോൾ അമ്മ ഷോളൊക്കെ വഴി കളഞ്ഞിട്ടങ്ങ് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അവിടെ വന്നിരുന്ന് സാൻഡ് ആർട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ സാൻഡ് ആർട്ടാണെന്ന് അത് പറയാൻ കൊള്ളത്തില്ല, വളരെ മോശമായിരുന്നു കേട്ടോ. ശ്രീയും റോയിച്ചനും അടിപൊളിയായിട്ട് ചെയ്തു. ഫേസും ലവിൻ്റെ ഒരു ഇതുമൊക്കെ ആയിട്ട് ശ്രീ റോയിച്ചനും കൂടെ സെപ്പറേറ്റ് അവരവിടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. എൻ്റേതാണ് ഈ കാണുന്നത് കേട്ടോ, വളരെ മോശം. റോയിച്ചനാണെങ്കിൽ ഇരുന്ന് ഫേസൊക്കെ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിൽ പോയി. അപ്പോൾ ടാറ്റാ.